അവരുടെ പ്രയത്നം, അവരുടെ സമയം, അവരുടെ സമ്പത്തൊക്കെ യാതൊരു യോഗ്യതയുമില്ലാത്ത, ആരാധനയ്ക്ക് യാതൊരു അവകാശവുമില്ലാത്ത അതിനു വേണ്ടി നഷ്ടപ്പെടുത്തി കളയുകയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ഒരു പക്ഷേ ഞാനും നിങ്ങളും കൊടുക്കുന്നതിനേക്കാളും വലിയ സമയവും വിലയും കൊടുത്ത് ആ അർഹതയില്ലാത്ത, യാതൊന്നും ചെയ്യാൻ കഴിയാത്ത അങ്ങനെയുള്ള ദൈവങ്ങളെന്ന് അവര് ഉറച്ച് കരുതുന്നതിന് വേണ്ടി പലതും നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നമ്മുടെ ഈ ആരാധന ഒരു നഷ്ടമല്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ! നഷ്ടമല്ല. ഹല്ലേലൂയ! നമ്മുടെ ദൈവം ആരാധന കൈക്കൊള്ളുവാൻ എല്ലാ മഹത്വത്തിന് യോഗ്യനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളതിനാ നമ്മൾ ചെലവാക്കുന്നത് സമയം, ആരോഗ്യം, ഇതൊന്നും നഷ്ടമല്ല. എത്ര നൽകാമോ അതിന് യോഗ്യതയുള്ള ദൈവത്തിന് അത്രമാത്രം നൽകുന്നത് നമുക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ഇത്ര മതി, അല്ലെങ്കിൽ ഇത്രയും വേണോ എന്നൊക്കെ ചിന്തിച്ച് ഒതുങ്ങിക്കൂടാനല്ല, നമ്മുടെ ദൈവം അതിന് യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന് തക്കവണ്ണമുള്ള ഒരാരാധന ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഉയർത്തുവാൻ നമുക്ക് സാധിച്ചാൽ ദൈവനാമം മഹത്വപ്പെടുകയും അത് നമ്മുടെ മേൽ അനുഗ്രഹമായി തീരുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരെ സ്തോത്രം. ഈ ലോകത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആരാധനയ്ക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഈ ദൈവത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശത്രു, പിശാച്. മഹത്വം ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം. എന്നാൽ ആ മഹത്വത്തെ പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. മഹത്വം ദൈവത്തിന് കൊടുക്കരുത്. സ്തോത്രം. അതിന് അവൻ്റെ ഉപായങ്ങളും തന്ത്രങ്ങളും വലുതാണ്. ഈ കർത്താവിനെ അറിയാൻ അവൻ സമ്മതിക്കുകയില്ല. കാരണം വ്യാജമുള്ളയിടത്താണ് വശീകരണത്തിൻ്റെ ആവശ്യം. സ്തോത്രം. സത്യത്തിൻ്റെങ്കിലേക്ക് വശീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വ്യാജാത്മാവ്, ഈ വശീകരണാത്മാവ് ഉപായത്താൽ ആദ്യം മുതലേ ഹൗവയെ ചതിച്ചതുപോലെ അവങ്കലേക്ക് ശ്രദ്ധ പോകാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിപ്പാൻ, എങ്ങനെയെല്ലാം അവൻ നമുക്കെതിരെ വരുമോ അതെല്ലാം ദൈവമക്കൾക്ക് നേരെയും വരും. സ്തോത്രം. അവനറിയാൻ നമ്മെ ഒന്ന് ഇനി കൊണ്ടുപോയി അവനെ ആരാധിപ്പിക്കാൻ നമ്മെ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് അവനറിയാം. അപ്പോൾ ഇനി അവൻ്റെ അടുത്ത പരിപാടി എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നീ നിർവിചാരതയോടെ, അന്യചിന്തയോടെ, ഉദാസീനതയോടെയൊക്കെ ഇരുന്നാൽ അതിനാണ് അവൻ്റെ അടുത്ത പ്രയത്നം. സ്തോത്രം. ഇന്ന് നിനക്ക് ശരീരസുഖമില്ല, ഇന്ന് പല പ്രശ്നങ്ങളെ കൊണ്ട് നീ വന്നതാണ്, ഇന്ന് വേണ്ട. സ്തോത്രം. ഇങ്ങനെയല്ല. ജീവനുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് എത്ര നൽകുവാൻ എനിക്ക് കഴിയുമോ അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ നമ്മെ അതിനെ ഏറ്റവും സഹായമാകുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 103-ാം സങ്കീർത്തനം. സ്തോത്രം. സാധാരണ നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വായിച്ചുകൊണ്ട് കയറുന്ന ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ. ഒരു വർഷം കഴിഞ്ഞു, അടുത്തൊരു വർഷത്തിലേക്ക് പോകുന്ന നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട്, അങ്ങനെ വർഷമൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇവിടെ വർഷം തുടങ്ങുമ്പം നമ്മുടെ ഭൂമിയുടെ പല ഭാഗത്തും എന്ത് വന്നിരുന്നില്ല, വേറെ സമയങ്ങളിലാണ്. എന്നാലും തിരുവെഴുത്ത് പറയുന്നു, ആണ്ടിനൊരാരംഭമുണ്ട്, ആണ്ടിനൊരവസാനമുണ്ട്. തമ്പുരാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നമ്മളിനി വേറെ എന്താണ് ചിന്തിക്കേണ്ടത്? ആണ്ടിനൊരാരംഭവും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എന്നുള്ളത് തമ്പുരാൻ്റെ വാക്കെങ്കിൽ നമ്മളിനി വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുണ്ട്.
അപ്പോൾ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കരുതിയ ദൈവത്തെ അതിൻ്റെ അവസാന നിമിഷം വരുമ്പോൾ നമുക്ക് ദൈവമുമ്പാകെ നിന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല വാക്കാണ് എന്മനമേ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്തെങ്കിലും ക്വാളിറ്റി നിനക്കുണ്ടായിരുന്നത് കൊണ്ടോ, ഏതെങ്കിലും തരത്തിൽ നിനക്കെന്തെങ്കിലും യോഗ്യതയുണ്ടായിരുന്നത് കൊണ്ടോ ഇങ്ങനെ വന്ന് നിന്നു എന്ന് കരുതരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസലോ ദൈവമക്കളെ, അങ്ങനെ താഴോട്ടുള്ള വാക്യങ്ങൾ ഓരോന്നും വളരെ അർത്ഥവത്താണ്. സ്തോത്രം. എൻ മനമേ ഹോവയെ, ആ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്നാണ്. ഇപ്പം ദൈവത്തെ നന്ദിയോടെ നേരോടെ സ്തുതിക്കണമെങ്കിൽ ഈ ദൈവം ചെയ്ത നന്മകളൊന്ന് ഓർത്തിട്ട് വേണം ദൈവത്തെ സ്തുതി, എങ്കിലേ അത് ശരിയാവൂ. നീ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഒരു 2-3 വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ നിശബ്ദനായി പോകും. എന്നാൽ ദൈവം ചെയ്ത നന്മകളെ ഒന്ന് ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിച്ചു നോക്ക്. എത്ര മണിക്കൂറുകൾ സ്തുതിച്ചാലും എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും സ്തുതിച്ചാലും തീരാതെ വണ്ണമുള്ള നന്മ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവം തന്നിട്ടുണ്ടെന്നറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? 1-2 മിനിറ്റ് കൊണ്ടൊന്ന് സ്തുതിച്ചാൽ തീരുന്നതല്ല, 1-2 മണിക്കൂറുകളൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ നിരവധിയാണ്. എൻ്റെ ദൈവം എൻ്റെ തലമുറകൾക്കായി, എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ചെയ്തത് ഏറ്റവും വിവരിക്കുക, അത് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തുതി നേരെയാകണമെങ്കിൽ ദൈവം ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഓർക്കാതിരിക്കുക എന്നുള്ളത് ശത്രുവിൻ്റെ അടവാണ്. ഇവിടെ നിന്ന് നീ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ, കഷ്ടതകൾ, എങ്കിലും അങ്ങനെ ദൈവം തന്നില്ലല്ലോ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മുടെ അകത്തിടുമ്പോൾ നമ്മുടെ ഉയർന്ന കൈ അറിയാതെ അങ്ങ് താഴും. സ്തുതിക്കാനായി തുറന്ന അധരം അങ്ങാടെ പറ്റില്ല. അതിനെ ആ അടവിൽ, അവൻ്റെ കെണിയിൽ നമ്മളാരും വീഴരുത്. സ്തോത്രം. അതിന് പകരം നന്ദിയുള്ള ദൈവം നടത്തിയ വിധങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തു നോക്കി. ഞാൻ എനിക്ക് ഉറപ്പുണ്ട്, അറിയാതെ നമ്മുടെ കൈ ഉയരും. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തണമെന്ന് വിചാരിച്ചില്ല, അതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അകത്ത് ദൈവം ചെയ്തതിനെ ഒന്ന് ഓർത്തപ്പോഴുണ്ടല്ലോ, അകത്ത് ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്തപ്പോഴുണ്ടല്ലോ, അറിയാതെ കൈ ഉയർന്നോ, അറിയാതെ ശബ്ദം ഉയർന്നോ, എൻ്റെ ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെട്ടു. ഓർക്കേണ്ടത് ഓർക്കുമ്പോൾ ഇതറിയാതെ അങ്ങ് സംഭവിക്കും. സ്തോത്രം. അല്ലാതെ ഇവിടെ നിന്ന് എത്ര പ്രഷർ കൊടുത്താലും, എത്ര അങ്ങോട്ട് പ്രസ് ചെയ്താലും ഇതങ്ങോട്ട് ശരിയാകത്തില്ല. ശരിയാകണമെങ്കിൽ ഇതൊന്ന് ഓർക്കണം. കുഞ്ഞുങ്ങളെ, ദൈവം നടത്തിയത്, ദൈവം അത്ഭുതകരമായി നയിക്കുന്നത്, ജീവനോടെ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ, ഇതൊക്കെ ഒന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഓർത്താൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ അനവധി കാര്യങ്ങൾ നമുക്ക് ഒന്നും മറക്കരുത്. മറന്നുകൂടാത്ത പല കാര്യങ്ങളാണ് താഴോട്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നത്. സ്തോത്രം. മറന്നുകൂടാത്തത് എന്തൊക്കെയാണ്? അതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ നിന്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും. എൻ്റെ പാപം മോചിച്ചു തന്ന ആ കർത്താവിന് കൊടുക്കേണ്ടി വന്ന വിലയുണ്ടല്ലോ, ഒരിക്കലും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എൻ്റെ പാപം, എൻ്റെ അകൃത്യം, എൻ്റെ പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയുക, അവസാനതുള്ളി ചോര വരെ തന്ന, ജീവന മറുവിലയായി കൊടുത്ത എന്നോടുള്ള എൻ്റെ സ്നേഹത്തെ അത് ഒരിക്കലും മറക്കരുത്. മറ്റെല്ലാം മറന്നുപോയാൽ ആ ഒരു കാര്യം മറക്കരുത്. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിപ്പ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക, എനിക്കായി ജീവൻ നൽകിയ എൻ്റെ കർത്താവേ എന്നുള്ളത് പ്രൈസ് ദി ലോർഡ് നീ ഒരിക്കലും മറക്കരുത്. സ്തോത്രം. ഈ മക്കളെ, ഞാൻ മുമ്പൊരിക്കലും ഇവിടെ പറഞ്ഞതാണ്, ഈ അവയവദാനങ്ങൾ ഇന്ന് വളരെ സജീവമാണ്. സ്തോത്രം. ആ ഒരവസ്ഥയിൽ, അത് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആകുമ്പോൾ ഇപ്പോൾ ചിലർ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കും, ദാനം ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിലർ നോ പറയും, ചിലർ പറയും കുഴപ്പമില്ല, കുറച്ച് പേർക്ക് അതൊരു അനുഗ്രഹമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇങ്ങനെ ഈ അവയവദാനം കഴിഞ്ഞാൽ എനിക്ക് പത്രത്തിൽ നിന്നൊക്കെ വായിക്കാൻ കഴിഞ്ഞത്, ചില അമ്മമാർ അല്ലെങ്കിൽ ചില അപ്പന്മാർ, അവരുടെ മക്കളായിരിക്കാൻ ചിലപ്പോൾ ആ ഒരു ആരോഗ്യമുള്ള സ്ഥിതിയിലാണല്ലോ ആ അവയവം മാറ്റി വയ്ക്കുന്നത്. ആ ഒരു കണ്ണ് വേറൊരാൾക്ക് കൊടുത്തെങ്കിൽ കണ്ണ് ആർക്ക് കിട്ടിയോ അവരെ ചെന്ന് നോക്കാൻ പോകും. അവരെയല്ല നോക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ വില കൊടുത്തത് കൊണ്ടാണ് ആ കണ്ണ് പ്രകാശിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു വ്യക്തി മരിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? മരിച്ചു എന്ന് മാത്രമല്ല, പങ്കപ്പാടുകളേറ്റു മരിച്ചു, പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു മരിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ആ മുതുകുകൾ ഉഴവു ചാലുപോലെ കീറി, ആ തലയിലേക്ക് മുൾക്കിരീടം അടിച്ചു കയറ്റി, ആ രോമങ്ങൾ പിഴുതെടുത്ത് വേദന അനുഭവിച്ച്, ഞാൻ എന്തൊക്കെ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നോ അതിന് ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിച്ച് മരിച്ച ഈ കർത്താവിനെ, ഇത്രയും സ്നേഹിച്ച കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ട് മുട്ടായി തന്നില്ല എന്നൊക്കെയുള്ള നിസാര കാര്യങ്ങൾ പറഞ്ഞ് ഈ ദൈവത്തോട് അകന്നിരിക്കുന്ന ഒരു മനോഭാവമുണ്ടല്ലോ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത്ര വലിയ ദാനം കിട്ടിയവര്, ഇത്ര വലിയ നന്മ അനുഭവിച്ചവര്, ഈ അകൃത്യമൊക്കെയും മോചിപ്പാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൊടുത്ത വിലയെ മറന്നിട്ട് ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന നിസാരമായ ചിലതിൻ്റെ പേര് പറഞ്ഞ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കുറ്റമല്ല. ദൈവമക്കളെ, ഇന്ന് പകൽ ബോധമുള്ളവരായി അകത്ത് എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയണ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൊടുത്ത വില നീ ഒരു നാളും മറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾ മറന്നു പോകാതിരിക്കുമ്പോൾ നമ്പർ 1 ഇത് വേണം ഓർക്കാൻ നീ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയാ? അവയവങ്ങൾ, മറ്റേത് മരണമാണ്, ഇത് ജീവിച്ചിരിക്കുന്ന ചിലരുണ്ട്. ഈ 2 കിഡ്നിയുള്ള കാര്യം അറിയാമല്ലോ. ഒരു കിഡ്നി ചിലപ്പോൾ അവർ മനസ്സോടെ മറ്റൊരാൾക്ക് കൊടുത്തെന്ന് വരാം. ഒരു ബന്ധവുമില്ല. ചിലപ്പോൾ അമ്മ മക്കൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്രിയപ്പെട്ടവർ. എന്നാൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കൊടുക്കുന്നവരുമുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ബന്ധവുമില്ല, ഒരാൾ ഒരു പൈസയും വാങ്ങിച്ചില്ല. അപ്പോൾ കിട്ടിയ ആൾ കൊടുത്തയാളെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും മനോഭാവം? കിട്ടിയ ആൾ കൊടുത്തയാളെ കാണുമ്പോഴുള്ള മനോഭാവം എങ്ങനെയായിരിക്കും? അയാൾ നിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു കോർ മിച്ചർ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല എന്ന് പരാതി പറയുമോ? പരാതി പറയുമോ? മിച്ചറിനേക്കാളും ഒക്കെ വലിയ, ആരും കരുണ തോന്നാത്ത നന്മ തന്നതാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ.
ചില നശിച്ചു പോകുന്ന നന്മകൾ കിട്ടിയില്ല എന്ന് കരുതി, പ്രൈസ് ദി ലോർഡ്, അതിനേക്കാൾ ജീവൻ മറുവിലയായി തന്നെ സ്നേഹിച്ച ഈ കർത്താവിനെ സമീപിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയകത്ത് വരരുത്. ഹല്ലേലൂയ. നന്ദിയുള്ളവരായി ഇത്ര പേർക്ക് ആത്മാവിലൊന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷമുണ്ട്. നന്ദികേട് കാണിക്കരുത്. ഹല്ലേലൂയ. നന്ദികേട് കാണിക്കരുത്. എൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചു തരാ എനിക്കായി വില കൊടുത്ത എൻ്റെ കർത്താവിനെ സമീപിക്കുമ്പോ അങ്ങനെ ഒരു നന്ദിയുള്ള അനുഭവം എനിക്കുണ്ടാകുക, എനിക്ക് കൃപ തരണമേ എന്ന അവൻ എപ്പോഴും ഫൽസിക്കയില്ല. എന്നേക്കും കോപം. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അകൃത്യങ്ങൾ കണ്ടിട്ട് ചിലപ്പോഴൊക്കെ എൻ്റെ കർത്താവിന് എന്നോട് വിരോധം വന്നിട്ടുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ, വിരോധം എന്ന് പറയുന്നത് എൻ്റെ പാപം കണ്ടിട്ടുള്ളതായ പ്രയാസമാണ്. പക്ഷെ അതും എന്നേക്കും സൂക്ഷിച്ചില്ല. ഞാൻ ഇത്ര വലിയ നന്ദികേട് കാണിച്ചിട്ടും എൻ്റെ നേരെയുള്ള ദൈവത്തിൻ്റെ ആ വിരോധം ദൈവം എന്ത് ചെയ്തില്ല? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു നന്മ പറ്റിയവൻ ഈ കൊടുത്ത ആളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? ഈ ഒരു കിഡ്നി കൊടുത്തു, ഒന്നും വാങ്ങിക്കാതെയാണ് കൊടുത്തത്. ഈ കിട്ടിയവൻ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്, ഞാൻ 50 ലക്ഷം കൊടുത്തിട്ടാണ് അയാൾ. ഈ കൊടുത്തയാൾ ഒന്നും കൊടുക്കാതെ നല്ല മനസ്സോടെ കൊടുത്തയാളാണെങ്കിൽ ഇത് ഇയാൾ കേട്ടാൽ ഹൃദയം തകരുമോ? സ്നേഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഇനി ആയുസ്സിൽ അവനുമായിട്ട് ഇതുപോലെ എത്ര കുഴപ്പങ്ങൾ നമ്മൾ കാണിച്ചു. എന്നിട്ടും പിന്നെയും നമ്മളെ വീട്ടിനകത്ത് കയറ്റി. അതാണ് എന്നേക്കും കോപം. അതിനു വേണ്ടി നീ ദൈവത്തെ സ്തുതിക്കണം. അതിനു വേണ്ടി നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. പഴയ കാലത്തൊക്കെ പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അവരുടെ കുടുംബത്തിന്, അവരുടെ വീട്ടിന് ചേരാത്ത തരത്തിൽ പ്രവർത്തിച്ചാൽ, ഈ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ഇനി ഇങ്ങോട്ട് കയറി പോകരുതെന്ന് പറഞ്ഞ് ഇറക്കി വിടാണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് വന്നിട്ടും എന്നേക്കും കോപം സംഗ്രഹിക്കുക. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? എന്നേക്കും കോപം സംഗ്രഹിക്കാതെ, ഹല്ലേലൂയ, നമ്മെ ചേർത്തുകൊണ്ട ദൈവത്തിന് നന്ദിയുള്ള അതോർത്ത്. അപ്പം നന്മ മാത്രം ഓർത്താൽ പോരാ, നമ്മുടെ കയ്യിൽ വന്ന കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടും അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെതായ ആ പ്രവൃത്തി വരാതെ അവിടെയും സ്നേഹിച്ച ദൈവത്തെ നീ സ്തുതിക്കണം. പിന്നെ അടുത്ത് എൻ്റെ 10ാമത്തെ വാക്യം, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ഈ മക്കളെ, ഒരു സത്യം ഞാൻ പറയട്ടെ. നമ്മൾ ദൈവം നീതിമാനായ ദൈവം നീതിയോടെ വിധിച്ചിരുന്നെങ്കിൽ, നീതിമാനായ ദൈവം നീതിയോടെ വിധിച്ചിരുന്നെങ്കിൽ അതൊരിക്കൽ വിധിക്കും. നീ വിധിക്കത്തില്ലെന്നല്ല, ഇപ്പോൾ നമ്മോട് കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും ഒത്തവണ്ണം നമ്മോട് സ്തോത്രം. അതുകൊണ്ട് മിടുക്കനാണെന്നൊന്നും കരുതരുത്, മിടുക്കിയാണെന്നും. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ദാനമാണ്. ദാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വില കൊടുക്കാതെ, അങ്ങോട്ടൊന്നും കൊടുക്കാതെ. അതിൻ്റെ 17ാമത്തെ, യഹോവയുടെ ദയയോ എന്നുമെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. 18, അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ.
അപ്പോൾ അവിടെയും ഒരു കാര്യം ഓർക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഓർക്കേണ്ടത്? ദൈവകൽപ്പനകളെ നീ ഓർക്കണം എന്ന് പറഞ്ഞാൽ മറക്കരുത്. ദൈവം എന്നോട് ചെയ്യാനായി പറഞ്ഞപ്പം നന്മകൾ ഓർക്കുക, ദൈവസ്നേഹം ഓർക്കുക. അത് മാത്രം ഓർത്തിരുന്നാൽ പോരാ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, എന്നെക്കുറിച്ചുള്ള ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഞാനും നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. ഓർത്ത് മറന്നു പോകാതെ അത് അനുസരിക്കണം. അവരോടാണ് ദൈവത്തിൻ്റെ ദയ ഉള്ളത്. സ്തോത്രം. അപ്പോൾ അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. അപ്പോൾ ഓർത്താൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? അങ്ങനെ തന്നെ ചെയ്യുകയും വേണം. സ്തോത്രം. അടുത്ത് താഴോട്ട് വായിക്കുമ്പോൾ ദൂതന്മാർ, ശുശ്രൂഷക്കാരൊക്കെ ദൈവത്തിൻ്റെ വാക്ക് അതുപോലെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഓർക്കേണ്ടത് ഓർത്ത്, ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയം.